ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര ഏജൻസികളും കാത്തലിക് സഭയുമായി ബന്ധപ്പെട്ട ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ റെയ്ഡ് നടത്തിയതും എന്താണ് അവരുടെ ഉദ്ദേശം, അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടു കാണാം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ്. മനസ്സിലാക്കുക, കേരളത്തിലെ ചില യൂട്യൂബേഴ്സൊക്കെ അത് പക്ക യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഞാൻ ഒരു പ്രാവശ്യം മാറി, അത് അന്ന് ഇങ്ങോട്ട് മാറത്തില്ല. ഞാൻ വ്യൂവർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ ചാനൽ നിർത്തിയേക്കുന്നത്. കാരണം ഈ ചാനൽ കുറച്ച് ആൾക്കാർ കാണുന്നവരുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയുന്നതിൻ്റെ അകത്ത് തെറ്റുകളൊന്നുമില്ല, കൃത്യമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്നൊന്ന് പറയും, നാളെ മാറ്റി പറയും, 2 ദിവസം കഴിഞ്ഞ് ബിഷപ്പുമാരെയും ഇവരൊക്കെ BJPയുടെ കാലിൽ പോയി പിടിക്കണം, അല്ലെങ്കിൽ BJP അടുത്ത 100 വർഷത്തേക്ക് ഭരിക്കും, ഇതൊക്കെ അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനതിനെയൊക്കെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുകയാണ്. അവനൊക്കെ എന്നെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. എന്നിട്ട് ഈ പറയുന്ന BJP ഇന്ത്യയിൽ ഭരിക്കുന്നു, ഡൽഹിയിൽ ഭരിക്കുന്നു. ഞാൻ ഏകദേശം 30 വർഷം കൊണ്ട് ജേർണലിസം ചെയ്യുന്നുണ്ട്. എന്നെ 2 പ്രാവശ്യം പിടിച്ച് ജയിലിലും ആക്കിയിട്ടുണ്ട്. ഞാൻ പിന്മാറിയോ? അത് എൻ്റെ DNA പക്ക മലയാളി DNA. അതായത് വിരട്ടിയാലൊന്നും ഞാൻ മാറത്തൊന്നുമില്ല. പിടിച്ചകത്തിട്ടാലും പിടിച്ച് കൊന്നാലും ഞാനതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞാനൊരു ഭയവുമില്ലാതാണ് ഇത്രയും നാളും ജീവിച്ചത്. മുന്നോട്ടും അങ്ങനെ തന്നെ പോകും. ആരാണ് നല്ല ചെയ്യുന്നതിന് അതിനെ ഹൈലൈറ്റ് ചെയ്യും, ആരാണ് മോശം ചെയ്യുന്നത് ഉറപ്പായിട്ടും അതിനെ ഒരു വ്യത്യാസമില്ല. സാക്ഷാൽ പ്രധാനമന്ത്രിയാണെങ്കിലും ഏതാളാണെങ്കിലും അത് തുറന്നു കാണിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇത്രയും വർഷം കൊണ്ട് അത് തന്നെയാണ് ചെയ്യുന്നത്, അത് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ കാത്തലിക് സഭയ്ക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടാകുന്നത്? അത് ഇപ്പോഴൊന്നും തുടങ്ങിയൊന്നുമല്ല, ഇതൊക്കെ തെറ്റായ ധാരണയാണ്. അപ്പോൾ ഇവരുടെ ധാരണ പലതും വരട്ടി കേരളത്തിലെ ഇലക്ഷനിൽ ഈ ചർച്ചിനെ കൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ച് കുറച്ച് സീറ്റുകളിൽ BJPക്ക് അവിടെ ജയിക്കുക. അപ്പം അതിൻ്റെ പെട്ടെന്നുള്ള പൊട്ടൻഷ്യൽ റിയാക്ഷനാണ്. അവർ വോട്ട് ചെയ്തില്ല, അവർ പബ്ലിക്കായിട്ട് അവരുടെ കന്യാസ്ത്രീ മഠങ്ങളിലും പല കാത്തലിക്സിന് പല നിർണായകമായ വോട്ടുള്ള അവർ വിളിച്ചു പറഞ്ഞു ഇതിന് വോട്ട് കൊടുക്കരുത്, കാരണം ഒരു കാരണവശാലും BJPക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഉണ്ടായ സംഭവം തന്നെയാണ്. കാരണം അവിടെ മത്സരിച്ച് 1-2 കാത്തലിക്സ് BJPയുടെ, അതായത് NDAയുടെ കാൻഡിഡേറ്റ് തന്നെ എന്നോട് പറഞ്ഞു, സഭ തീരുമാനിച്ച് ഞങ്ങൾക്കൊന്ന് വോട്ട് തരണ്ട, പക്ഷേ സഭ പറയുന്നതിന് അതിനോട് ഞങ്ങൾ യോജിക്കുന്നു എന്ന് ഈ പറയുന്ന കാത്തലിക്സ് വിശ്വാസികൾ തന്നെ NDAയുടെ കാൻഡിഡേറ്റായിട്ട് ഈ പറയുന്ന കോട്ടയം, ഇടുക്കി ആ ബെൽറ്റിലൊക്കെ മത്സരിച്ചവർ തന്നെ വിളിച്ച് പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ കാത്തലിക് സഭയുടെ വെറുപ്പ്? ഈ സംഭവത്തിൽ ഇതിലോട്ടാണ് പോകേണ്ടത്. ഇന്ത്യയിലെ ആദിവാസികൾക്കും ദളിറ്റ്സിനും അവരുടെ റൈറ്റ് എന്താണ്, ഒരു മനുഷ്യൻ എന്താണ്, ഒരു ഇന്ത്യക്കാരൻ എന്താണ് എന്നവനെ ബോധ്യപ്പെടുത്തി കൊടുത്തത്, അതായത് കേരളത്തിൽ നിന്ന് വന്ന ഈ കാത്തലിക്സ് അച്ഛന്മാരും ഈ പറയുന്ന കാത്തലിക് സഭയുമാണ്. അതാണ് അതിൻ്റെ കാര്യം. നിങ്ങൾക്കറിയാം, മലയാളി കാത്തലിക്സ് അച്ഛന്മാർ ഹൈലി ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ മുഴുവൻ ലൈഫ് വെച്ചിട്ടാണ് ഈ കാത്തലിക്സ് അച്ഛന്മാരും അവരുടെ കന്യാസ്ത്രീകളും അവരുടെ ബിഷപ്സും ഓരോ റീജിയനിലും മനുഷ്യൻ പോലും ജീവിക്കാൻ പറ്റാത്ത ഓരോ റീജിയൻ്റെ അകത്ത് പോയി അവർ പ്രവർത്തിക്കുക. അത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല. ഞാൻ ഈ വെസ്റ്റ് ആഫ്രിക്കയിലും ഈസ്റ്റ് ആഫ്രിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈ മലയാളി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, കന്യാസ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ എന്തുവാണ്, ക്രിസ്ത്യാനികളുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്യാനാണ് അവർ പോകുന്നത്. അതവരുടെ സഭ പഠിപ്പിക്കുന്ന സംഭവമാണ്. അതായത് ചാരിറ്റി ചെയ്യുക, ജനങ്ങളെ സേവിക്കുക, ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ കാത്തലിക് സഭ ഇന്ത്യയുടെ ആദിവാസി ഗ്രാമങ്ങളിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്, ഈ സംഘപരിവാറിന് ഇന്ത്യക്കകത്തും ഇന്ത്യയിലുള്ള പല ആളുകളുടെ പ്രശ്നം എന്താ? പ്രധാന പ്രശ്നം എന്ന് പറയാം, യഥാർത്ഥ പ്രശ്നം ഇവരുടെ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് നല്ല നാച്ചുറൽ റിസോഴ്സ് ഉള്ളൊരു രാജ്യമാണ്. കൽക്കരിയാണെങ്കിലും അലൂമിനിയം ഓറാണെങ്കിലും ഇരുമ്പിൻ്റെ ഓറാണെങ്കിലും ഇഷ്ടം പോലെയുള്ള രാജ്യമാണ് ഇന്ത്യ. അത് ഇന്ത്യ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഈ ലിബറലൈസേഷന് ശേഷം, അതായത് മൻമോഹൻ സിംഗിൻ്റെ ലിബറലൈസേഷന് ശേഷം ഇന്ത്യയിൽ ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ടങ്ങ് കൂടി. അപ്പോൾ ഈ കൽക്കരി ഇവിടെ, കാരണം അത് ഏറ്റവും പ്രധാന ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കൽക്കരിയാണ്. പിന്നെ സ്റ്റീല് വേണം, പല നിർമ്മാണ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ തുടങ്ങണം. സ്റ്റീലും പരിപാടികളൊക്കെ മനസ്സിലാക്കുക. അതിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യയിൽ നക്സൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ നക്സൽ ആക്ടിവിറ്റീസ്, നക്സൽ ബാരി എന്ന് പറഞ്ഞ നോർത്ത് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അത് പിന്നെ അവിടുന്ന് ആൾക്കാർ ഓടിച്ച് അത് തിരിച്ച് പിന്നെ ആന്ധ്രയിലും ഈ പറയുന്ന ദണ്ഡകാരണ്യ, ഛത്തീസ്ഗഡിൻ്റെ, ജാർഖണ്ഡിൻ്റെ, ഒറീസയുടെ ആ റീജിയനിലോട്ട് കയറി വരികയാണ്. അപ്പം അവിടൊക്കെ നക്സലിസം ഉണ്ടാകാനുണ്ടായ കാരണമുണ്ട്. അല്ല വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വന്നു ഒന്നുമല്ല നക്സലിസം. ഈ പറയുന്ന ട്രൈബൽ ലാൻഡിലാണ് ഈ കോളിൻ്റെ മൈനാണെങ്കിലും ഇരുമ്പിൻ്റെ മൈനാണെങ്കിലും അലൂമിനിയം ആണെങ്കിലും, അതായത് നാച്ചുറൽ റിസോഴ്സിൻ്റെ മൈൻസ് മുഴുവനുള്ള ഇവിടെയാണ്. ഇന്ത്യയിലെ മൈനിങ് മുതലാളിമാരെന്ന് പറയുന്ന കുടി കെട്ടി വലിയ താപ്പാനകളാണ്. അഡാനി അംബാനിയേക്കാളൊക്കെ വലിയ താപ്പാനകളാണ് അവർ. പക്ഷെ ഇത് ഈ പറയുന്ന ട്രൈബൽ ലാൻഡിലുമാണ്. ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ മൈനിങ്ങിലുണ്ട്. അപ്പം ആദ്യകാലത്ത് ഈ പറയുന്ന ട്രൈബ്സിനൊക്കെ ഒഴിവാക്കി ഇവർ മൈനിങ് എടുത്ത് ഇവരിഷ്ടം പോലെ പണം ഉണ്ടാക്കി. അതായത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു കോൾ ഇന്ത്യ, അതേപോലെ ഗവൺമെൻറ്റായിരുന്നു മൈനിങ് നടത്തിക്കൊണ്ടിരുന്നത് ആദ്യകാലത്ത്. പിന്നീട് മോദി സർക്കാർ വന്നു കഴിയുമ്പോൾ മൈനിങ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കായിട്ട് ഇത് പ്രൈവറ്റൈസ് ചെയ്തു. പ്രൈവറ്റ് പ്ലെയേഴ്സ് വന്നു. അപ്പോൾ ഗവൺമെൻറ് ലാൻഡ് എടുത്ത് ഈ പറയുന്ന പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുക്കും, അവർ മൈനിങ് നടത്തും. ഇതിനെ കാത്തലിക് സഭയും അവർ വളർത്തിയെടുത്ത ട്രൈബ്സും ചോദ്യം ചെയ്തു. ഇവിടെയാണ് പ്രധാന പ്രശ്നം ഉണ്ടാകുന്നത്. അതിൻ്റെ കാര്യം എന്താ? കാത്തലിക് സഭ ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു ആദ്യം. കാരണം അവനെ വൃത്തിയാക്കി, അവന് എഡ്യൂക്കേഷൻ കൊടുത്തു, അവനെ പഠിപ്പിച്ചു. നീ മനുഷ്യനാണ്, നീ മൃഗമല്ല. ഇവർ വന്ന് അടിച്ചോടിക്കുമ്പോൾ നീ ഇവിടുന്ന് ഓടാൻ പാടില്ല, ഇത് നിന്റെ ലാൻഡാണ്. ഇന്ത്യയിൽ ട്രൈബൽ ലാൻഡിന് പ്രത്യേകതയുണ്ട്. അത് ട്രൈബ്സിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ, മറ്റൊരാൾക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഗവൺമെൻറ്റിന് എടുക്കാൻ സാധിക്കും. അപ്പം ഗവൺമെൻറ് ഈ ലാൻഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇതേപോലെയുള്ള പ്രൈവറ്റ് പാർട്ടികൾക്ക് എല്ലായിടത്തും കൊടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് കാത്തലിക് സഭയുടെ സ്റ്റാൻ സ്വാമി എന്തിനാണ് പ്രക്ഷോഭം നടത്തിയത്? ഈ പറയുന്ന ട്രൈബ്സുമായിട്ട് ചേർന്ന് അയാൾക്കെതിരെ, ആ മനുഷ്യനെതിരെ, അയാളൊരു ഡിവൈനാണ് ഈ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞാൽ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം എന്തായിരുന്നു? ഈ ലാൻഡ് ട്രൈബിൻ്റെ ലാൻഡാണ്, അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, അവരെ ഒഴിവാക്കുകയാണ്, അതേപോലെയുള്ള ലാൻഡ് നിങ്ങൾ വേറൊരിടത്ത് കൊടുക്കണം. ഇതാണ് സ്റ്റാൻ സ്വാമിയും ജാർഖണ്ഡിലാണെങ്കിലും ഛത്തീസ്ഗഡിൽ ഈ കാത്തലിക് സഭ അവർ പറഞ്ഞ സംഭവം. നേരത്തെ ഇത് ട്രൈബലിന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു? ഇല്ല. ഇന്ത്യയിലെ എത്രയോ നദികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അയൺ ഓറുമായി ബന്ധപ്പെട്ട, അത് അയൺ ഓറ് എടുത്ത ശേഷം ഇത് വാഷിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എത്രയോ നദികൾ ചോര പോലെ ആയി മാറി. കാരണം ഈ അയൺ ഓർ ഇത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചോര പോലെ ആവും. എത്രയോ കന്നുകാലികൾ മരിച്ചു പോയി. ഈ പറയുന്ന ആൾക്കാർക്ക് പിന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എന്തുവാ? ലൈഫ് ലൈൻ റിവർ. അവൻ്റെ ഈ പറയുന്ന ഈ കാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റിട്ടാണ് ഇവർ ജീവിക്കുന്ന അധികം പേരും. അപ്പം അതിൽ നിന്ന് മാറ്റി ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ട്രൈബൾക്ക് ജോലി കിട്ടാൻ തുടങ്ങി. അതേപോലെ ഈ ട്രൈബ്സിന് ഹെൽത്ത് കൊടുത്തു. അത് പറഞ്ഞു കൊടുത്തു. നിൻ്റെ വലത് കൈ ഏതാ, ഇടത് കൈ ഏതാന്ന് പറഞ്ഞു കൊടുത്തു. അതായത് കേരളത്തിൽ നിന്ന് വന്ന കാത്തലിക്സ് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഈ ഇന്ത്യയുടെ ട്രൈബ് ലാൻഡിൽ ചെയ്ത സംഭവം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഞാൻ ഉദാഹരണം പറയാം. തയ്യൽക്കലുണ്ടായിരുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു റിപ്പോർട്ടറും ഈ ഫോട്ടോഗ്രാഫറും കൂടെ ഈ ഛത്തീസ്ഗഡിൽ നക്സൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അവിടുന്ന് വെള്ളം കുടിക്കുക എന്തൊക്കെ ചെയ്ത് അവിടെ താമസിച്ചു. അപ്പം ഞാനും അവിടെ പല ആവർത്തി പോയിട്ടുണ്ട്, ഈ പല ഭാഗങ്ങളിലും. ഒരു പ്രാവശ്യം അവിടെ പോയി ഒരു അസുഖം പിടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും മലേറിയ പിടിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ പോകുന്നതിന് പിന്നെ മരിച്ചു പോകും. പിന്നെ ഒരു കാരണവശാലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയാകും. അതേപോലെയുള്ള സ്ഥലങ്ങളാണ് ഈ ട്രൈബൽ ലാൻഡ് എന്ന് പറയുന്നത്.
ചില സന്ദർഭങ്ങളിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചില വില്ലേജുകൾ കംപ്ലീറ്റ് ഒറ്റപ്പെട്ടു പോകും. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അവിടെ ഈ സ്കൂളും ആശുപത്രിയും സംഭവങ്ങളൊന്നും ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഗവൺമെൻറ് സ്റ്റേറ്റ് ആണെങ്കിൽ സെൻട്രൽ ആണെങ്കിൽ കംപ്ലീറ്റ് ഫെയിലിയറാണ്. അവിടെ ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ള ടെറൈനാണ് ഈ സംഭവം. അവിടെ ഈ പറയുന്ന നക്സലും അതും ഇതും ഒക്കെ ഉണ്ട്. അവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഗവൺമെൻറ് കൂടിയാണ് എൻകറേജ് ചെയ്ത് ഇതേപോലെയുള്ള കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനോട് പറയുന്നത്, നിങ്ങൾ സ്കൂൾ നടത്തുക, നിങ്ങൾ അവിടെ ആശുപത്രി നടത്തുക, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഗവൺമെൻറ് ആശുപത്രി നടത്തുവാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടത്തില്ല. ഗഡ്ചറോളി ജില്ല ആസ്ഥാനം എടുക്കാം. അതായത് പല നക്സലുമായിട്ട് ബന്ധപ്പെട്ട പല ജില്ലകളെ എടുക്കാം ഇന്ത്യയിൽ. അതായത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ അയക്കുന്ന സ്ഥലങ്ങളായത്. സേവനം ചെയ്യാൻ വേണ്ടി ഒരാൾ പോലും, അതായത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി പോലും ഈ സ്ഥലങ്ങളിൽ പോകാറില്ല. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിലാണ് ഇവർ വരുന്നത്. അങ്ങനെയുള്ള ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് മിഷനറി ഒരു ഭാഗത്ത്. കാരണം ഒരു കള്ളനെ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ അവൻ എവിടെ പോയാലും കൈക്കൂലിക്കാരനാണ്. അവനവിടെ എന്ത് ചെയ്യാനാണ്? ഇവിടെയാണ് കാത്തലിക് സഭയുടെ മിഷൻ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരുടെ റൈറ്റ് എന്താന്ന് പറഞ്ഞു കൊടുത്തു. ജാർഖണ്ഡിലൊക്കെ അതാണ് മൂവ്മെൻ്റ് ഉണ്ടായത്. ആ മൂവ്മെൻറ്റിലാണ് ഈ പറയുന്ന സംഘപരിവാറിന് ഫണ്ട് റൈസ് ചെയ്യുന്ന ഇതേപോലെയുള്ള മൈനിങ് ചെയ്യുന്ന കോർപ്പറേറ്റുകൾ അവനൊക്കെ പേടിയാകാൻ തുടങ്ങി. അപ്പോൾ അവൻ ടാർഗറ്റ് ചെയ്തു മതപരിവർത്തനമാണ്. ഇതാണ് ഈ മതപരിവർത്തന സംഭവം കയറി വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 10-11 വർഷം മുമ്പ് ഓർഗനൈസർ എന്ന് പറഞ്ഞ പത്രത്തിനകത്ത്, RSSൻ്റെ മുഖപത്രമാണ്, ഏറ്റവും കൂടുതൽ ലാൻഡ് കാത്തലിക്സിനാണ്. എന്ത് ലാൻഡാണ് കാത്തലിക്സിനുള്ളത്? അവരുടെ മിഷൻ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടല്ല. അന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവർ ഈ സംഭവം. എങ്ങനെയെങ്കിലും കാത്തലിക്സിനെ ഒതുക്കണം. അതിന് ഇതേപോലെയുള്ള കള്ളക്കഥയും നരേറ്റീവ്സും വരെ കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനം നടക്കാൻ സമ്മതിക്കില്ല. റോഡിൽ വലഞ്ഞ് ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നു, ഒരു പ്രായം വളരെ തലയ്ക്ക് സുഖമില്ലാത്തൊരു ജോലി റോഡിൽ കിടക്കുന്നു. അതായത് ആഹാരം പോലെ അവനെ കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് അവനെ ട്രീറ്റ് ചെയ്ത് അവനെ എന്ത് മതപരിവർത്തനമാണ് ചെയ്യുന്നത്? ഇതിനെയൊക്കെയാണ് ഇവർ മതപരിവർത്തനം എന്ന് പറഞ്ഞു. അതായത് അവഹേളനം നടത്തുക മാത്രമല്ല, അതായത് ഇന്ത്യയിലെ ദളിറ്റ്സിനും ആദിവാസികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കരുത് പ്രധാനപ്പെട്ട അജണ്ടയാണ്. കാരണം എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവന് വെളിച്ചം കിട്ടും, അവന് ബോധം കിട്ടും. അവനെ പിന്നെ പഴയ പോലെ ഇവന്മാർക്ക് വിരട്ടാൻ പറ്റത്തില്ല. ഇതാണ് കാരണം. ഇതാണ് ബേസിക് റീസൺസ് ഉണ്ട്. കാരണം അവൻ്റെ റൈറ്റ് വന്നു കഴിയുമ്പോൾ ഇതേപോലെയുള്ള സമരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവൻ മുന്നോട്ട് വരും. ഇന്ത്യയിലെ ആദിവാസി മേഖലയിൽ മുഴുവനും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇതേപോലെയുള്ള കള്ള മൈനിങ് മുതലാളിമാരും ഇതേപോലെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുള്ള പല ഏജൻസിയുടെ പിന്തുണയുള്ള പല മുതലാളിമാരും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പലയിടത്തും ഇതേപോലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് റെയ്ഡും ഗ്രാമ്പൊക്കെ നടക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ കത്തോലിക്ക സഭയും അവരുടെ പ്രവർത്തനങ്ങളെയും തകർത്ത് കളയുക. അവർക്ക് ഈ പറയുന്ന താല്പര്യമേ ഇല്ല ആദിവാസികൾക്കും ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിക്കും എഡ്യൂക്കേഷൻ കൊടുക്കാൻ. കാരണം അവൻ മനുഷ്യനായി കഴിഞ്ഞാൽ ആദ്യം ചലഞ്ച് ചെയ്യുന്ന ഇവനെ ആയിരിക്കും എന്നവർക്ക് കൃത്യമായിട്ടറിയാം. അവൻ്റെ ലാൻഡ് പിന്നെ ഇവന് കൊടുക്കത്തില്ല എന്നറിയാം. ഗവൺമെൻറ്റിന് റോഡ് ഉണ്ടാക്കാൻ ലാൻഡ് കൊടുക്കും, പക്ഷെ മൈനിങ്ങിന് വേണ്ടി ലാൻഡ് കൊടുക്കാൻ നേരത്ത് അവൻ കൃത്യമായിട്ട് പണം വാങ്ങാൻ തുടങ്ങും. ഇതാണ് ഇഷ്യൂ. അതായത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറിനാണെങ്കിലും അവരുടെ പല പോഷക സംഘടനകളാണ്. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളല്ല. അവരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയിലെ ക്രൈസ്തവരും ഇന്ത്യയിലെ ക്രൈസ്തവ മിഷൻസുമാണ്. അതേപോലെ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഇന്ത്യയിൽ ഇവാഞ്ചലിക്കൽ സഭ, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റുകാർ ഇന്ത്യയിൽ ഈ പറഞ്ഞ സുവിശേഷം ഗോസ്പൽ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. ഇവരങ്ങോട്ട് ഈ പറയുന്ന ആദിവാസികൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഗുജറാത്ത്, മോദി ഭരിക്കുന്ന ഗുജറാത്താണല്ലോ, സമ്മതിച്ചല്ലോ, മോദിയുടെ ആണല്ലോ ഗുജറാത്ത്. ഞാൻ ഒരു കാര്യം പറയാം, ആ പേരെടുത്ത് നോക്കിക്കോണം. വ്യാര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഗുജറാത്തിൽ, അതായത് സൗത്ത് ഗുജറാത്ത്. അതൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അതിൻ്റെ MLA BJP താമര ചിഹ്നത്തിലാണ് ഇയാൾ ജയിച്ചിരിക്കുന്നത്.
ഗുജറാത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് അതായത് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ അയാൾ പറഞ്ഞു അയാൾ ബൈബിള് വായിച്ചിട്ടേ സത്യപ്രതിജ്ഞ ചെയ്യൂ എന്ന് പറഞ്ഞു. ഉണ്ടായ സംഭവം വലിയ ഇഷ്യൂ ആയി. ഇന്നും അവിടുത്തെ MLA തന്നെയാണ് അയാൾ ബൈബിള് വായിച്ചിട്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതവിടെയുള്ള സംഘപരിവാറിന് കയറി ഞെട്ടിപ്പോയി. ഇതാണ് ഇന്ത്യയിൽ മാറ്റമുണ്ട്, ഇന്ത്യയിൽ മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സൗത്ത് ഗുജറാത്തിൽ പോവുക, കേരളത്തിലെ സംഘപരിവാർ എന്നെ തെറി വിളിക്കുന്ന ഹാർഡ് കോർ സംഘപരിവാർ ഈ പറയുന്ന ഗുജറാത്തിലെ ഈ സൗത്ത് ഗുജറാത്തിൽ പോവുക. ഞാൻ ഈ പറയുന്ന സൂറട്ട് അങ്ങോട്ട് കഴിഞ്ഞ് താപ്പി വ്യാര എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ആദിവാസികളെ കാണുക, നിങ്ങൾ ഞെട്ടിപ്പോവും. അവിടെ ഗോസ്പൽ ഉണ്ടാക്കിയ മാറ്റമാണ്. അവിടുത്തെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ നേഴ്സിംഗ് കോഴ്സിനാണ് പോകുന്നത്. മലയാളികളാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. ബെഞ്ചമിൻ എന്നും പറഞ്ഞൊരു മലയാളിയാണ് അവിടെ ആദ്യമായിട്ട് ഗോസ്പൽ ഏകദേശം 1970 അവസാനം അവിടെ കൊണ്ടുവരുന്നത്. കോട്ടയത്തുകാരനൊരു തോമസ് പരദേശിയാണ് അവിടെ ചർച്ചകൾ പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കരമായിട്ടങ്ങ് ഫ്ലറിഷ് ചെയ്ത് ഈ സംഭവം. അവിടെയുള്ള ജനങ്ങൾ കൃഷി ചെയ്ത് മാന്യമായിട്ട് ഈ പറയുന്ന എല്ലാത്തിനെയും ചലഞ്ച്, ഈ പറയുന്ന സംഘപരിവാറിനെ പൂർണ്ണമായിട്ടും അവിടുന്ന് അടിച്ചോടിച്ചു. അവിടെയാണ് സംഘപരിവാർ ആദ്യമായിട്ട്, നിങ്ങൾ കേട്ടില്ല, ഘർ വാപ്പസി എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്നത് അവിടെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഘർ വാപ്പസി തുടങ്ങുന്നത് ഗുജറാത്തിലാണ്. അവിടെ ഘർ വാപ്പസി ഫ്ലോപ്പായി പോയി സംഭവം. കാരണം ഈ പറയുന്ന ആദിവാസികൾ മുഴുവനും ആ ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൺവേർട്ടായിപ്പോയി. ഇതാണ് സംഘപരിവാറിന് പേടി. കൺവേർട്ടായി കഴിയപ്പെടുന്നത് അവനവൻ്റെ റൈറ്റായി. അവർക്ക് ഇഷ്ടം പോലെ ഗവൺമെൻറ്, കാരണം ട്രൈബലാണ്, ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മതി. ആ കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് 4-5 IAS-കാരും IPS-കാരും ഉണ്ട്. അതാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞത്. ഇന്ത്യയിലെ ക്രൈസ്തവ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ മാറ്റും. ഈ പറയുന്ന സംഘപരിവാറിന് തലക്കടി തന്നെ കൊടുക്കും. അതിൻ്റെ ഭയമാണ് കാത്തലിക് സഭയോട് ഇവർ കാണിക്കുന്ന ഈ ക്രൂരത. റെയ്ഡാണെങ്കിലും പള്ളികൾ അടിച്ചു പൊട്ടിക്കുക, സ്കൂളുകൾ അടിച്ചു പൊട്ടിക്കുക, അവിടെ മതപരിവർത്തനം നടത്തുക എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് അതിൻ്റെ പിറകിലുള്ള കാര്യം. ഇതിനെ ഒന്നും ഈ പറയുന്ന യൂട്യൂബർമാരും സാറ്റലൈറ്റ് ചാനലും ഇന്ത്യയിലുള്ള ചാനലും ഒന്നും പിന്തുണയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെയൊക്കെ ഇന്ത്യയിലുള്ള പല ഇംഗ്ലീഷ് മീഡിയമൊക്കെ ഈ ക്രിസ്ത്യൻസിനൊക്കെ അനുകൂലമായിട്ട്, കാരണം അവർ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. ഇന്നും മുഴുവനും ഇതേപോലെയുള്ള മൈനിങ് മാഫിയങ്ങൾ സംഘപരിവാറിൻ്റെ പണച്ചാക്കുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്നത് ആരും റിപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷെ ഒരു കാര്യം, ഇതൊക്കെ കൂടുന്തോറുമാണ്, അതായത് ഇതേപോലെ പ്രതിസന്ധിയും ഓരോ പ്രശ്നങ്ങളും അടിയും പിടിയും ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് ഇതേപോലെയുള്ള ക്രിസ്ത്യൻ മിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പീക്കിലോട്ടങ്ങ് എത്തുന്നത്. അത് തന്നെ മനസ്സിലാക്കിയത് ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇറാനിലും ചൈനയിലാണെങ്കിലും ഇൻക്ലൂഡിങ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമാണ് കാത്തലിക് സഭയോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും തളരരുത്. ഇതൊക്കെ ചുമ്മാതെ കാരണം കാത്തലിക് സഭ ചെയ്ത മിഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ മിഷനാണ്. അവർ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കണ്ട് ഒരു കാരണവശാലും ഇവന്മാരുമായിട്ട് കോംപ്രമൈസിന് പോകരുത്. അവസാനം ഇവർ തന്നെ സറണ്ടർ ചെയ്യും. അതാണ് വരാനുള്ള ഇന്ത്യയിൽ കാണാൻ പോകുന്നത്. സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടക്കില്ല എന്നുള്ളതിൻ്റെ ഒത്തിരി തെളിവുകൾ ഞാൻ തരാം. ഈ സൗത്ത് ഗുജറാത്ത് ഉൾപ്പെടെ ജാർഖണ്ഡ് അതുൾപ്പെടെ ഇന്ത്യയിലെ പലയിടത്തും സംഘപരിവാറിൻ്റെ പല അജണ്ടകളും പൊളിഞ്ഞു തന്നെ പോകും. ഹിന്ദു ഉണർന്നു കഴിഞ്ഞാൽ ഇന്ത്യ തളരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിരിക്കുക.